30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിന്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ലെറ്റ് ഗോ പ്രോസസ് അല്ലെങ്കിൽ ഫൊർഗീവ്നെസ്, മനസ്സിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ എടുത്തു കളയുന്ന പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഹോപ്പണോപ്പണോ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഈ ഹോപ്പണോപ്പണോ പല രീതിയിലാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സെൽഫിനെ, നിങ്ങളുടെ കോർ സെൽഫിനെ, നിങ്ങളുടെ ഇന്നർ സെൽഫിനെ ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നത്. ഇത് നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ ആത്മീയ പ്രകാശത്തെ തടസ്സം നിൽക്കുന്നുവെന്ന് പറഞ്ഞു. ഈ ആത്മീയ പ്രകാശം എത്രത്തോളം വലുതാണോ, എത്രത്തോളം കൂടുതൽ വെളിച്ചം പകരുന്നതാണോ, അത്ര പെട്ടെന്ന് നമ്മൾക്ക് വിജയം സാധ്യമാകും. വിജയിക്കുന്നവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എടുത്തു നോക്കിയാൽ വളരെ കുറവായിരിക്കും. മാത്രമല്ല അവരതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ആ ഒരു തലത്തിലേക്ക് വരണമെങ്കിൽ, അത് ഡോമിനൻ്റ് ആകാതെ അല്ലെങ്കിൽ ട്രിഗർ ചെയ്ത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് അതെന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തരത്തിലുള്ള ചിന്തകളെ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം പുറത്ത് തള്ളിക്കളയുകയാണ് ഏറ്റവും എളുപ്പമേറിയ മാർഗം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത്. ഇന്ന് നമുക്ക് ഏത് തരം ചിന്തകളാണ് ഇങ്ങനെ വരുന്നതുകൊണ്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് തീർച്ചയായിട്ടും വരുന്ന നെഗറ്റീവ് തോട്ട്സ് ആങ്കർ, ഗിൽട്ട്, ഷെയിം, അതുപോലെ ഗ്രഡ്ജ്, റീസൺമെന്റ്, അതുപോലെ ദേഷ്യം, സോറോ അല്ലെങ്കിൽ ഗ്രീഫ്, അതുപോലെ മറ്റുള്ളവരോടുള്ള പക, ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന കാര്യമാണ്. ഞാൻ ഇന്ന് ഗിൽറ്റിനെ കുറിച്ചാണ് പറയുന്നത്, പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഗിൽറ്റ് ഉണ്ടെങ്കിൽ ഈ ഗിൽറ്റുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഉള്ളിലുള്ള ഗിൽറ്റ് അവർ പുറത്തേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് അവരെങ്ങനെയാണ് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ധാരാളം പേരങ്ങനെ ഉണ്ടാകാം. ഉള്ളിലുള്ള ഗിൽറ്റിന്റെ അംശമാണ്, കുറ്റബോധത്തിന്റെ ഒരു ഭാരം കൊണ്ടാണ് കാണുന്ന എന്തിനേയും ഏതിനേയും കുറ്റപ്പെടുത്താനുള്ള, കുറ്റം പറയാനുള്ള, നെഗറ്റീവ് കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഗിൽറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഗിൽറ്റിനെ നമ്മൾക്ക് മാറ്റേണ്ടത്? ഗിൽറ്റ് രണ്ട് തരത്തിലുണ്ട്, ഗുഡ് ഗിൽറ്റ് ആൻഡ് ബാഡ് ഗിൽറ്റ്. ഗുഡ് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്കിംഗ് വുമണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ തോന്നുകയാണ്, എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് നന്നായി സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഭർത്താവിനെ കെയർ ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു ഗുഡ് ഗിൽറ്റാണ്. അപ്പോൾ അവർക്ക് മനസ്സിനോട് തന്നെ അവർക്ക് ഒരു ബിലീഫ് സിസ്റ്റം മാറ്റിയേ വേണ്ടൂ. ഈ നമ്മൾ വർക്ക് ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അൾട്ടിമേറ്റ്ലി അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് ഉള്ളൊരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മൈൻഡിലൊന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ അത് ഓക്കെ ആവും. പക്ഷെ ബാഡ് ഗിൽറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. ആ ബാഡ് ഗിൽറ്റ് നമ്മൾ എടുത്ത് കളയണം, മാറ്റണം. ആ ഗിൽറ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഈ ബുക്ക്, നിങ്ങൾ 30 ഡേയ്സ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിന് ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം. ആ ബുക്കിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുള്ള അവസരങ്ങളും സിറ്റുവേഷൻസും, നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റും ഇവൻസും ലിസ്റ്റും ഒന്ന് എഴുതി വെക്കുക, ഒന്ന് രേഖപ്പെടുത്തുക. 1, 2, 3 എന്ന് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പാരൻസിനോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ, നിങ്ങളുടെ മെൻറ്റേഴ്സിനോടോ, ടീച്ചേഴ്സിനോടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് പെരുമാറാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് കുറച്ചുകൂടെ നന്നാകാമായിരുന്നല്ലോ, എനിക്ക് കുറെ കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കളഞ്ഞ വേസ്റ്റാക്കിയ ടൈം ഓർത്തിട്ടാണ് നിങ്ങൾക്ക് ഗിൽട്ടെങ്കിൽ അതും എടുക്കാം. അപ്പം ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ അതെല്ലാം എടുക്കുക, അതെല്ലാം ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളോടാണ് കുറ്റബോധം തോന്നുന്നതെങ്കിൽ, നിങ്ങൾക്ക് നേരിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ, അവരോട് നേരിട്ട് പറയാനുള്ള അടുപ്പവും പ്രോക്സിമിറ്റിയും അല്ലെങ്കിൽ ഒരു ഫ്രീഡവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ എടുക്കുക, വിളിക്കുക. ഐ എം സോറി, എനിക്ക് അങ്ങനെ അന്ന് സംഭവിച്ചു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു ശരിയായ രീതിയായിരുന്നില്ല, അതെനിക്ക് ഇന്നലെ ഒരു കുറ്റബോധമുണ്ട്, അതൊന്ന് ഫൊർഗീവ് ചെയ്ത് തരണം കേട്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ ഫ്രീഡം ഉണ്ടെങ്കിൽ വിളിച്ചു പറയുക.
ഇല്ല എങ്കിൽ ഡോണ്ട് വറി. നിങ്ങൾ ചെയ്യാനുള്ള, നിങ്ങൾ ഒരു മിററിൻ്റെ മുന്നിലേക്ക് പോയി നിൽക്കുക. മുന്നിലേക്ക് പോയി നിന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ആ വ്യക്തി ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ മാപ്പ് ചോദിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ഗിൽറ്റ് എല്ലാം അലിഞ്ഞില്ലാതാകും. യൂണിവേഴ്സ് വിൽ ഗിവ് യു ദ റൈറ്റ് ആൻസർ. ആ റൈറ്റ് പേഴ്സൺ അടുത്ത് അതുകൊണ്ട് എത്തിച്ചിരിക്കും. നിങ്ങളുടെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോഴൊക്കെ പോസിറ്റീവ് വൈബ്സ് ആയിരിക്കും നിങ്ങൾ എമിറ്റ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറപ്പെടുക. അതോടുകൂടി അത് കഴിഞ്ഞു. നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കണ്ണാടിയിൽ നോക്കി, കണ്ണിൽ നോക്കി നിങ്ങളത് പറയുന്നു. രണ്ടാമത് ആ വ്യക്തിയെ ഒന്ന് ബ്ലെസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വരട്ടെ, നിങ്ങൾക്ക് നല്ല ആരോഗ്യവും സമൃദ്ധിയും സമ്പത്തും ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറയാനുള്ള മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചതായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ക്ഷമ തന്നതായിട്ടും നിങ്ങൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് തീർച്ചപ്പെടുത്താം. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ വ്യക്തികളെയും എടുത്തുകൊണ്ട് നിങ്ങൾക്കത് ഫോർഗീവ്നെസ് എക്സസൈസ് ചെയ്യാം. ഓരോ ഇവൻറ്റും എടുത്ത്, അന്ന് ഒരു ഇവൻ്റ് ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, അന്ന് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ പെരുമാറി, ഒരുപക്ഷെ കുറേ പേർക്ക് അത് വേദനിച്ചിട്ടുണ്ടാകും. ഞാൻ എല്ലാവരോടുമായി മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് കുറ്റബോധമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഗിൽറ്റ് എല്ലാം അത് ഇല്ലാതായി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയും കൂടുതൽ നന്മയും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആൻഡ് നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ എക്സസൈസ് ചെയ്ത് നോക്കുക. ഈ ലെറ്റ് ഗോ പ്രോസസ്സ് കുറച്ച് ഡീപ്പായിട്ട് ചെയ്താൽ മാത്രമാണ് റീപ്രോഗ്രാമിംഗ് വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഏറ്റവും ആഴത്തിൽ ചെയ്യേണ്ട, ഡീപ്പായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ചുകൂടി ടെക്നിക്സും കുറച്ചുകൂടി ടിപ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.